ന്യൂസ് ആംഗിൾ ഇന്ന് വിശകലനം ചെയ്യുന്ന വാർത്ത മുസ്ലിം മത സംഘടനയായ സമസ്തയിലെ EKAP വിഭാഗങ്ങൾ ഐക്യ ചർച്ചകൾക്ക് അനുകൂല നിലപാട് അറിയിച്ചത് സുന്നി വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. മുൻപും ഐക്യ ചർച്ചകൾ നടന്നിട്ടുണ്ടെങ്കിലും പിന്നീട് തുടർ നടപടികൾ പാതി വഴിയിൽ നിന്നു പോവുകയാണുണ്ടായത്. സമസ്തയുടെ 100ാം വാർഷികത്തിൽ ഐക്യ ചർച്ചകൾക്ക് ഇരു സംഘടനകളും അനുകൂല നിലപാട് അറിയിച്ചിട്ടുണ്ടെങ്കിലും വെല്ലുവിളികൾ ഏറെയാണ്. ഐക്യം സാധ്യമാകുമോ എന്നുള്ളതാണ് ഇന്ന് ന്യൂസ് ആംഗിൾ പരിശോധിക്കുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരി വിശകലനങ്ങളുമായി നമുക്കിപ്പം തത്സമയം ചേരുന്നുണ്ട്. പ്രസാദ്, ഭിന്നിച്ചു നിൽക്കുന്ന സംഘടനകളെല്ലാം ഒന്നിച്ച് വരണം എന്നുള്ളതാണ് ആഗ്രഹം. ഈ നേരത്തെയും പലവട്ടം ചർച്ചകളൊക്കെ നടത്തിയിരുന്നുവെങ്കിലും ഈ ചർച്ചകൾ നടക്കുന്നു, ഐക്യം ഉണ്ടാകുമെന്നൊരു തോന്നൽ വരുന്നു. പക്ഷെ പിന്നീടും എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് ഭിന്നിച്ചു പോകുന്നവരെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത്തവണ പ്രമേയത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഈ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയോ ഇടപെടലോ ആരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകരുത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു ഐക്യം സാധ്യമാണോ? തൊട്ടടുത്ത് തന്നെയാണോ? പ്രസാദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സദലക്ഷ്മി. എല്ലാവരും ഒരുമിച്ച് നോക്കുന്നത് തന്നെയാണ് ഈ ഐക്യം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സുന്നി വിഭാഗങ്ങൾക്കിടയിൽ വലിയ ആവേശത്തോടുകൂടി ഈ പ്രമേയത്തെ ആളുകൾ സ്വീകരിക്കുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നലെ ഇപ്പോൾ കാന്തപുരം വിഭാഗത്തിന്റെ പ്രമേയം വന്നപ്പോഴും കഴിഞ്ഞ ദിവസം EK വിഭാഗത്തിൽ ജിഫ്രി തങ്ങൾ നടത്തിയപ്പോൾ, ആ പ്രസ്താവന നടത്തിയപ്പോഴും എല്ലാം അത്തരം പ്രതികരണം തന്നെയാണ് വന്നത്. ഇതിനു മുമ്പും ഐക്യ ചർച്ചകൾ ഉണ്ടായിരുന്നു, പക്ഷേ അത് പിന്നീട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. 2018 ഏറ്റവും ഒടുവിലായി ഐക്യ ചർച്ചകൾ നടക്കുകയും അതിനകത്ത് രണ്ട് വിഭാഗത്തിന്റെയും AP വിഭാഗത്തിന്റെയും EK വിഭാഗത്തിന്റെയും 4 വീതം അംഗങ്ങൾ, അവരുടെ മുഷാവറ എന്ന് പറയുന്നാൽ അവരുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉള്ള 4 വീതം അംഗങ്ങൾ പങ്കെടുക്കുകയും അതിനകത്ത് പാണക്കാട് സാദിഖലി തങ്ങളും അതോടൊപ്പം തന്നെ ഡോക്ടർ EN അബ്ദുൽ ലത്തീഫും അവരാണ് മധ്യസ്ഥത വഹിച്ചത്. അങ്ങനെ മധ്യസ്ഥത നിന്നുകൊണ്ടുള്ള ചർച്ചകളാണ് മുന്നോട്ട് പോയിരുന്നത്. പക്ഷെ പിന്നീട് ഈ കോവിഡിന് ശേഷം അത്തരം ചർച്ചകളൊന്നും തന്നെ നടത്താൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്, അവിടെ നിന്നുപോയി. എന്നാൽ രണ്ട് വിഭാഗങ്ങളും ഈ 1989 സമസ്ത പിളരുന്നത്. അതേ സമയത്തുള്ള ആ ഭിന്നതകളൊക്കെ ആളുകൾ ഏറെക്കുറെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ ഏറെക്കുറെ രണ്ടുപേരുടെയും ഇതിലേക്ക് ഐക്യത്തിലേക്ക് വരാം എന്നുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് തുടർ ചർച്ചകളാണ്. അപ്പോൾ അതിനകത്തൊരു മധ്യസ്ഥൻ വേണം. അപ്പോൾ ആരാണ് മധ്യസ്ഥൻ വഹിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇതിനകത്ത് മുസ്ലിം ലീഗിന്റെ പങ്ക് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. കാരണം അവരുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നത് രണ്ടു കൂട്ടരും പറയുന്നുണ്ട്. മറ്റൊന്ന്, മധ്യസ്ഥത വഹിക്കേണ്ട ആൾ ഇപ്പോൾ MA യൂസഫ് അലിയെ പോലെയുള്ള വ്യവസായി നല്ലതാണ് എന്നത് AP വിഭാഗം പറയുന്നുണ്ട്. കുമ്പോൾ തങ്ങളെ പോലെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മധ്യസ്ഥത വഹിക്കുന്ന ആളുകളും ഇതിനകത്ത് വളരെ നിർണായകമാണ്. രണ്ടു കൂട്ടരും, രണ്ട് സംഘടനകളും വലിയ സംഘടനകളായി മാറിയിട്ടുണ്ട്. രണ്ട് സംഘടനകൾക്കും ആസ്തികളും അതോടൊപ്പം തന്നെ സ്ഥാപനങ്ങളും എല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ എങ്ങനെയാണ് ഇതിനകത്ത് മുന്നോട്ട് പോകുമ്പോൾ വരിക? ആരായിരിക്കും നേതൃത്വത്തിലേക്ക് വരേണ്ടത്? ഈ ആസ്തികളുടെ കൈകാര്യങ്ങൾ എങ്ങനെയായിരിക്കും? അത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് ഒരു ഐക്യ ചർച്ച എടുക്കുകയും ഒരു തീരുമാനത്തിലേക്ക് വരാൻ കഴിയുന്നതല്ല ഈ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. ഒരുപാട് സമയം വേണ്ടിവരും. എന്തായാലും 2027 ജനുവരി അവസാനമാണ് AP വിഭാഗത്തിന്റെ അവരുടെ സമസ്ത രൂപീകരണത്തിന്റെ 100ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ ആ സമ്മേളനമൊക്കെ ആകുമ്പോഴേക്കും ഏറെക്കുറെ അതിലേക്ക് ഒരു രൂപം തെളിഞ്ഞു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സേതുലക്ഷ്മി പറഞ്ഞതുപോലെ ഇന്നലെ ആ പ്രമേയത്തിൽ പറഞ്ഞ ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് ആളുകൾ വാക്കുകളും അതെല്ലാം വളരെ കൃത്യമായി, അതായത് ഒരു തരത്തിലുള്ള പ്രകോപനം ഉണ്ടാകാൻ പാടില്ല എന്നതുകൂടി പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. കാരണം ഒരു നേതാവ് വായി വിട്ട് ഒരു വാക്ക് സംസാരിച്ചാൽ പോലും ഈ ചർച്ചകളെല്ലാം തന്നെ നിന്നു പോകുന്ന ഒരു ഘട്ടമുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടരും അതീവ ജാഗ്രത പാലിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു ചർച്ചയാണ്. എന്തായാലും അതൊരു വലിയ ജാഗ്രത പാലിക്കുന്നു എന്നതിനപ്പുറം ഈ രണ്ടുപേർക്കും ആഗ്രഹമുണ്ട്, ഒരു ഐക്യം രണ്ടു കൂട്ടരും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അല്ലേ പ്രസാദ്? തീർച്ചയായും അത് തന്നെയാണ് ഇതിലെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. നേരത്തെ പിളർപ്പിന് ആ സാഹചര്യത്തിലെല്ലാം തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് രണ്ടു കൂട്ടരും തുറന്നു പറയുന്നുണ്ട്. ഇപ്പോൾ ജിഫ്രി തങ്ങളാണെങ്കിലും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരാണെങ്കിലും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ആളുകളാണെങ്കിലും ഇക്കാര്യം ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ അവർ പറയുന്നത് ഞങ്ങൾ പലയിടങ്ങളിലും യോജിപ്പിലാണ്. അവരുടെ യുവജന സംഘടനകൾ SYS പോലെയുള്ള യുവജന സംഘടനകൾ ഏറെക്കുറെ സമാനമായ നിലപാടുകളും യോജിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. പല വേദികളും അവർ
ഒരുമിച്ച് പങ്കിടുന്നുണ്ട്. നേരത്തെ പള്ളികൾ തമ്മിൽ തർക്കമുണ്ടാകാറുണ്ട്. അപ്പോൾ അതിലൊക്കെ കുറവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഇത്തരം തർക്കങ്ങളോ അല്ലെങ്കിൽ ഭിന്നതകളോ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇനി ഐക്യം എന്ന് പറയുന്നത് കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ അതിനകത്തൊരു മധ്യസ്ഥൻ എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഈ മധ്യസ്ഥനായി നിൽക്കുന്ന ആൾ ഒരു വളരെ പ്രധാനപ്പെട്ട രണ്ടു കൂട്ടർക്കും പൊതുസമ്മതനായ ഒരാളാകണം മധ്യസ്ഥൻ. അപ്പോൾ അത് ആരായിരിക്കും എന്നുള്ളത് അവർ തന്നെയാണ് തീരുമാനിക്കേണ്ടത്. അവരുടെ മുഷാവറ യോഗം, അതായത് നേതൃയോഗം, ആ നേതൃയോഗത്തിൽ രണ്ടു കൂട്ടർക്കും സമ്മതനായ ഒരാളെ പ്രഖ്യാപിക്കുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിലായിരിക്കും തുടർ ചർച്ചകൾ ഉണ്ടാവുക. എന്തായാലും പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് നിൽക്കുന്നവരൊക്കെ ഒന്നിക്കട്ടെ. അത് അല്ലേ, അത് കാണുമ്പോൾ തന്നെ ഒരു സന്തോഷമാണല്ലോ. ഈ ഭിന്നാഭിപ്രായങ്ങളൊക്കെ മാറി എല്ലാവരും ഒരേ അഭിപ്രായത്തോടെ ഐക്യത്തോടെയൊക്കെ പ്രവർത്തിച്ചു പോകുന്നത്. സമസ്തയുടെ കാര്യം പറഞ്ഞാൽ കുറേ കാലമായിട്ട് ഒരു പിളർപ്പിന് ശേഷം വർഷങ്ങളായി നടക്കുന്ന ചർച്ചകളാണ്. പക്ഷെ അതൊന്നും എങ്ങും എത്തുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ രണ്ടു കൂട്ടർക്കും ഒന്നിച്ചാൽ കൊള്ളാം എന്നൊരു തീരുമാനം രണ്ടുപേർക്കും ഉണ്ട്. രണ്ടുപേർക്കും ആഗ്രഹമുള്ള സ്ഥിതിക്ക് നല്ല ചർച്ചകൾ നടക്കുമെന്ന് പ്രതീക്ഷിക്കാം.